അമ്മയോട് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രണയമോ എൻ്റെ വിവാഹമോ എൻ്റെ ജീവിതമോ അല്ല എനിക്ക് വലുത്. ഞാൻ കാരണം ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ച ഈ കുടുംബത്തിൽ ഇനി ഞാൻ കാരണം ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല. ഐശ്വര്യയെക്കുറിച്ചുള്ള ചിന്തകൾ വേണ്ടാന്ന് വെക്കാൻ ഞാൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ്. ഇടത്തേക്ക് അറിയാലോ, ഇന്നത്തെ ദിവസം ഈ വീട്ടിലെ അടുപ്പ് പോഞ്ഞിട്ടില്ല. മനസ്സ് തുറന്ന ഒരാൾ മറ്റൊരാളടുത്ത് മിണ്ടിയിട്ട് പോലുമില്ല. എന്തിന്? മരണം മുന്നിൽ കാണുന്ന നിർമ്മലാൻറ്റി പോലും പട്ടിണി കിടക്കുമായിരുന്നു ഇവിടെ. ഒറ്റ അപേക്ഷ എനിക്കുള്ളൂ, ഈ വീട് പഴയതുപോലെ ആവണം. ഇടത്തി പറ്റുമെങ്കിൽ ഏട്ടത്തി എന്ന ആ നിർമ്മലാൻറ്റിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കി കൊടുക്കുക. ഒരു ഉറപ്പ് ഞാൻ തരാം, ഇനി മേലിൽ ഞാൻ ഐശ്വര്യയുടെ കാര്യം പറയുന്നത് പോയിട്ട് ഐശ്വര്യയെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. മരണം മുന്നിൽ കണ്ടു കഴിയുന്ന ഒരാള് പട്ടിണി കിടന്ന് മരിച്ചു പോകരുത്. അതിന് ഞാനൊരു കാരണക്കാരനാവുകയും ചെയ്യരുത്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. അപേക്ഷ. ആന്റിക്ക് നല്ല വിശപ്പായി കാണുമല്ലേ? കുറച്ച് പ്രശ്നങ്ങളിലായി പോയി. ദാ കഞ്ഞി എടുത്ത് കുടിക്കും. ആന്റി എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? കഞ്ഞി കുടിക്കാൻ ആന്റി. എനിക്ക് വേണ്ട, എടുത്തോണ്ട് പോകും. വേണ്ടേ? അതെന്താ? അതെന്താണെന്ന് നിനക്കറിയില്ലേ? വേണ്ടാന്ന് വെച്ചാ വേണ്ട, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല ആന്റി, ഞാനും ഗൗതവും തമ്മിൽ ചെറിയൊരു പിണക്കം. അതാ ഭക്ഷണം ഉണ്ടാക്കാൻ വൈകിയത്. നിങ്ങളുടെ പിണക്കം കാണിച്ചു തരാൻ വേണ്ടിയാണോ ആശുപത്രി കിടന്ന എന്നെ ഡിസ്ചാർജ് വാങ്ങി ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇനിയിപ്പോ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ എനിക്ക് എന്റെ മോന്റെയും മരുമോളുടെയും ഒപ്പം ജീവിക്കാൻ പറ്റൂന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിസ്സാരം കുറച്ചു മണിക്കൂറുകൾ, അത്രയും കാലമെങ്കിലും മനസ്സമാധാനത്തോടെ കഴിയാന്ന് ആഗ്രഹിച്ച ഞാൻ ഇവിടേക്ക് വന്നത്. എല്ലാം നശിപ്പിച്ചില്ലേ ഇപ്പൊ?